ഹായ് ഗൈസ്, കെട്ടിയോനൊരു കണ്ണൂരുകാരനായതുകൊണ്ട് പണ്ട് മുതലേ ഞാൻ കേൾക്കുന്ന കാര്യമാണ് കലശം കലശം കലശം. ഉത്സവ സീസൺ ആയി കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറച്ച് വീഡിയോസ് അവൻ എനിക്ക് അയച്ചു തരും. അന്നേ ഞാൻ മനസ്സിൽ വിചാരിച്ചത് കല്യാണം കഴിഞ്ഞിട്ട് വേണം ഈ കലശം എന്ന് പറയുന്ന പരിപാടി കാണാൻ പോവാൻ. അറ്റ് ലാസ്റ്റ് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യത്തെ കലശം കാണാൻ വേണ്ടി പോവാണ്. ഈ കാണുന്ന അമ്പലത്തെ ബേസ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് ഈ കലശം എന്ന് പറയുന്നത്. ഈ കാണുന്ന 5-8 ലോറി പോലത്തെ സംഭവത്തിൽ DJ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. പാർട്ടീന്റെ കൊടിയും കാര്യമൊക്കെ കാണുന്നുണ്ട്. ഇത് അമ്പലത്തിലാണോ പാർട്ടീന്റെ ആണോ എന്താ പരിപാടി എന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. കലശം എന്താന്ന് അറിയുന്ന കണ്ണൂർക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. സംഭവം നല്ല കളറായിട്ട് വൈബായിട്ടുള്ള പരിപാടിയാണ്. അതിന്റെ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് കൂളായിട്ട് ബാക്കി കാണാന്ന് കരുതിയിട്ട് ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആനയൊക്കെ ഉള്ള പരിപാടിയാന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പൊ ഒറിജിനൽ ആന പറ്റാത്തത് കൊണ്ടാണ് തോന്നുന്നു ഇങ്ങനത്തെ ആനയൊക്കെ വെച്ചത്. എന്റെയൊക്കെ നാട്ടിൽ ഉത്സവം എന്ന് പറഞ്ഞാലാണ് ഇതുപോലെ ഫയർ വർക്ക്സും ഇതുപോലെ DJ ആന അങ്ങനത്തെ ഒക്കെ പരിപാടി. ഇവിടെ തെറ, അതുപോലെ താലപ്പൊലി, കലശം ഇങ്ങനെയൊക്കെയാണ് പറയുക. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഇതെന്താ സംഭവം എന്നറിയൂല. കുറച്ചു നേരം പരിപാടിയൊക്കെ കണ്ട് എൻജോയ് ചെയ്തതിനു ശേഷം ഞങ്ങൾ തിരിച്ചു പോവാം. റോഡ് മുഴുവൻ ഈ കാണുന്ന നീല കടലാസ്. ഞാനിതൊക്കെ തട്ടി മെല്ലെ നടന്നു വരുമ്പോഴത്തേക്ക് ചാച്ചു വണ്ടി എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. മാർച്ച് മാസമായിട്ട് മഞ്ഞളുണ്ട്. വണ്ടി എടുത്തപ്പാണെ വണ്ടീന്റെ മുകളിൽ മഞ്ഞ്. മാർച്ചിലൊക്കെ ഇത് എവിടുന്ന ഈ മഞ്ഞ്? അണ്ടല്ലൂർ മുല്ലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ കലശത്തിന് പോയത്. തിരിച്ചു വരുന്ന സമയത്ത് ഈ ഒരു പാലം കണ്ടു. ഞാൻ പറഞ്ഞു നല്ല രസമല്ലേ, ജസ്റ്റ് നമുക്ക് അവിടം വരെ പോയി വരാം. എന്റെ ഓരോരോ വട്ടുകളും അതിനൊത്തു തുള്ളുന്ന വേറൊരു വട്ടനും.